എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവുകളിൽ പഞ്ചായത്തുകളിൽ യാഥാർത്ഥ്യമാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമുക്കൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ പി, തൃശൂർ ജില്ലയിലെ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ പി ഉണ്ട്. നമസ്കാരം ശ്രീമതി പുഷ്പ. പഞ്ചായത്ത് പ്രധാനമായും ആരോഗ്യരംഗത്തെ ഉന്നമനത്തിനായാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ യുനാനി അടക്കം കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ഏറെ പ്രശംസനീയമാണ്. ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ആരോഗ്യ മേഖലയ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ FHSയില് 4 സബ് സെന്ററുകൾ ഉണ്ട്. അതൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ ഡിസ്പെൻസറി ഉണ്ട്, അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി. ഇതിനൊക്കെ അപ്പുറമാണ് യുനാനി എന്നുള്ള ആശുപത്രി നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം അതില് ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അതിലെ യുനാനി സെന്ററും റെജിമിനറി ഡിസ്പെൻസറി ഒന്നിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തില് ഒരുപാട് പഞ്ചായത്തിലൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്നാ തോന്നുന്നത്. ഒരു 100ഓളം OP ദിവസവും രോഗികൾ ഇവിടെ വരുന്നുണ്ട്. പല പഞ്ചായത്തുകളിലുള്ള രോഗികൾക്കും നമ്മുടെ ഈ യുനാനി സെന്റർ ഒരു ആശ്വാസമായിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിനൊരു കെട്ടിടം 40 ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം അടുത്ത ദിവസം തന്നെ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഭരണസമിതി വന്നത് തന്നെ കോവിഡിന്റെ സമയത്തായിരുന്നു നമ്മൾ ഈ ഭരണസമിതി സ്ഥാനേൽക്കുന്നത്. അതാണ് ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനം നമ്മളിവിടെ കൊണ്ടുവരാൻ കാരണം. തീർച്ചയായും നിരവധി നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. 2022-23 കാലയളവിലെല്ലാം തന്നെ പദ്ധതി നിർവഹണത്തിൽ അധികം ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചായത്താണ്. ഇപ്പോഴും അത് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. വയോജനങ്ങൾക്കൊക്കെ നമ്മൾ നല്ല തരത്തിലുള്ള പദ്ധതികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഒരു പോഷക കിറ്റ് വയോജനങ്ങൾക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി അവരെ ടൂർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല പദ്ധതികൾ. അതിലൊക്കെ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ബത്ത MR ഉള്ള കുട്ടികൾക്ക് ഒരു ബത്ത വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭിന്നശേഷിയുള്ള സ്കൂളിലൊന്നും സ്കോളർഷിപ്പ് ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് MR ആയിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒരു ബത്ത, ഒരു 67-68ഓളം ആളുകൾ ഇപ്പൊ ആ ബത്ത വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ കേരളത്തില് അധികം പഞ്ചായത്തുകളൊന്നും ഇങ്ങനെ ഒരു ബത്ത സ്വന്തം ഓൺ ഫണ്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ ആശ്വാസമായിരുന്നു അവർക്ക്. കാരണം വേറെ പെൻഷൻ അല്ലാതെ വേറെ ഒന്നും അവർക്കില്ല. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് പെട്ടിക്കട എന്ന് പറഞ്ഞിട്ടുള്ള അവർ സ്വയം തൊഴിലിന് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ മുൻപോട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങാനുള്ള സബ്സിഡി നിരക്കിലുള്ള വ്യവസായങ്ങളും ഒക്കെ വെക്കാൻ പഞ്ചായത്ത് റെഡിയാണ്, ഇനിയും റെഡിയാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം പദ്ധതിയിൽ വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മറ്റു പഞ്ചായത്തിൽ നിന്നും എല്ലാം തന്നെ വിഭിന്നമായ MR ഉള്ള ആളുകൾക്ക് ബത്ത നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? ഇതിനുള്ള ആളുകളെ എല്ലാം എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മള് പഞ്ചായത്തുകളില് സ്ഥിരമായിട്ട് സ്കോളർഷിപ്പ് ഒക്കെയാണ് നമ്മൾ സ്ഥിരം പഞ്ചായത്തുകളിൽ നമ്മൾ വെക്കാറ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പാണ് വെക്കാറ്. ഈ സ്കോളർഷിപ്പ് കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പെൻഷൻ മാത്രമാണ് കിട്ടുന്ന ഏക ഒരു കാര്യം. കാരണം വീടുകളിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സൂര്യകിരൺ എന്നുള്ള പേരിലാണ് ഈ ബത്ത വെച്ചത്. കാരണം ഇത് നമ്മൾ അംഗനവാടി ടീച്ചർ മുഖേന സൂപ്പർവൈസർ ആണ് ഇതിന്റെ ഇംപ്ലിമെന്റ് ഓഫീസർ. അതുകൊണ്ട് അംഗനവാടി ടീച്ചർ മുഖേന വാർഡ് മെമ്പർമാർ മുഖേനയൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അവർക്ക് മാസം തോറും 1000 രൂപ വെച്ച് 12 മാസവും 12,000 രൂപയാണ് നമ്മൾ ഒരു വർഷം ഒരാൾക്ക് കൊടുക്കുന്നത്. അവർക്കുള്ള മാനദണ്ഡങ്ങൾ അവർക്ക് ഒരു കാർഡ്
നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി ഇങ്ങനെ പഞ്ചായത്തിന്റെ ബത്ത മേടിക്കാൻ അർഹതപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിന്ദു മിനിസ്റ്റർ സാമൂഹ്യ ക്ഷേമത്തിന്റെ മിനിസ്റ്ററാണ് വന്നത് ഉദ്ഘാടനം ചെയ്തു തന്നിട്ടുള്ളത്. തീർച്ചയായും മറ്റു പഞ്ചായത്തുകൾക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നടത്തി വരുന്നത്? തീർച്ചയായും ഇത്തരത്തിൽ ഈ കൗമാര കുട്ടികൾക്കെല്ലാം അംഗനവാടി മുഖേനയെല്ലാം പോഷകാഹാരം നൽകി വരുന്ന പദ്ധതികളെല്ലാം തന്നെ നേരത്തെയും കണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി വയോജനങ്ങൾക്കായും പോഷകാഹാരം എല്ലാം നൽകി വരുന്ന ഒരു പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തു എന്നറിയാൻ സാധിക്കുന്നു. ഇതിലേക്കെല്ലാം എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? വയോജനങ്ങൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ പഞ്ചായത്തുകളും എനിക്ക് തോന്നുന്നു കട്ടിലുകളൊക്കെയാണ് വയോജന പദ്ധതി പ്രകാരം കൊടുക്കാറുള്ളതെന്നാണ്. കട്ടിലുകൾ അല്ലെങ്കിൽ വയോജന ഉപകരണങ്ങളൊക്കെയാണ്. പോഷാഹാരം എന്നുള്ളത് വയോജനങ്ങൾക്ക് BPL പെട്ട ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് എന്താണോ ഇപ്പൊ നമുക്ക് വയോജനങ്ങളുടെ ഗ്രാമസഭ വിളിച്ചിട്ടാണ് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് കണ്ടെത്തുന്നത്. അതിൽ വന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ വയോജനങ്ങൾക്ക് പോഷാഹാരത്തിന്റെ ആവശ്യം വന്നത്. ഇപ്പൊ നമ്മൾ എന്തായാലും വയോജന കിറ്റ് പോഷാഹാര കിറ്റുകൾ അംഗനവാടി കൂടെയാണ് നമ്മളത് കൊടുക്കുന്നത്. അത് BPL മാനദണ്ഡമൊക്കെ വെച്ചിട്ടാണ് നമ്മളത് എല്ലാ പരമാവധി ആളുകൾക്ക് ഓരോ വാർഡിലും പരമാവധി ആളുകൾക്ക് നമ്മളത് കൊടുക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ നിലവിൽ ഈ കൃഷിക്കാർ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് എന്നറിയാൻ സാധിക്കുന്നു. കർഷകർക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കർഷകരെ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. കർഷകർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല നല്ല പദ്ധതികൾ എനിക്ക് തോന്നുന്നു വിത്ത് തൊട്ട് വളം, വിത്ത്, അതുപോലെ അവർക്ക് ആവശ്യമുള്ള കൂലിച്ചെലവടക്കമുള്ള സഹായങ്ങൾ സബ്സിഡി നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ വിത്ത് വിതരണം, നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത്. നെല്ല്, തെങ്ങ് ആണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ പദ്ധതി വെക്കാറ്. തെങ്ങ് കർഷകർക്ക് വളം തൊട്ട് പലതും സബ്സിഡി നിരക്കിൽ വളമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല വെറ്റില എന്ന് പറഞ്ഞിട്ട് വെറ്റില കർഷകരുള്ള ഒരു മേഖലയാണ് ഈ ഭാഗം. അവർക്ക് വേണ്ടിയിട്ട് വളം, അതുപോലെ വെറ്റില കർഷകർക്ക് സബ്സിഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. കൃഷി അടക്കം പല കൃഷികളും പല വാഴ, പച്ചക്കറി പ്രോത്സാഹനം, നമ്മുടെ തലക്കാടുള്ള ആളുകൾക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുടുംബശ്രീ ആഴ്ച ചന്ത വെക്കുന്നുണ്ട്. ആ ആഴ്ച ചന്തയിലേക്ക് കർഷകര് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊടുന്ന് സാധാരണ ആൾക്കാർക്ക് കിട്ടത്തക്ക രീതിയിൽ അതിവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകർക്കൊക്കെ നല്ല പ്രാധാന്യം തന്നെയാണ് നമ്മൾ തലക്കാട് പഞ്ചായത്ത് കൊടുക്കുന്നത്. അതിനു വേണ്ടി നമ്മളിപ്പോ 53 ലക്ഷം ഉറുപ്പിയോളം ചെലവഴിച്ച് ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. കർഷകർക്ക് വെള്ളം ലഭിക്കുന്നതിനും ഏത് സമയത്തും കൃഷി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് വാനിലാപ്പുഴയിലെ ഒരു ഷട്ടർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് പദ്ധതിയിൽ നിന്ന് വെച്ച വികസനത്തിന്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്ത് മികച്ച വിജയം കൈവരിച്ച ഒരു പഞ്ചായത്താണെന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെ തന്നെയാണ്? ഇപ്പോഴും ഇത്തരത്തിൽ ഈ ചെറുധാന്യങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ടോ ഇവിടെ? ഈ വർഷവും ചെറുധാന്യങ്ങൾക്ക് നമ്മൾ നല്ല പദ്ധതി വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു യുവാക്കളൊക്കെ ചെറുധാന്യങ്ങളുടെ കൃഷിയിലേക്ക് എപ്പോഴും വരുന്നുണ്ട്. രാഗി എന്ന് പറഞ്ഞാൽ, അതുപോലെ ചെറുപയർ, ചെറുധാന്യങ്ങളോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ട് തോന്നുന്നു. അപ്പൊ കൂടുതൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിലേക്ക് വരാൻ വേണ്ടി ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കൃഷിയിലേക്ക് വരാൻ നമ്മൾ നല്ല സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചെറുധാന്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അധികം പഞ്ചായത്തുകളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിനൊക്കെ നല്ല സപ്പോർട്ടാണ് കർഷകരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും മട്ടുപ്പാവ് കൃഷി അടക്കം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലേ? തീർച്ചയായും. ഇപ്പൊ കൃഷിക്ക് തോട്ടമൊന്നും ഇല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള കർഷകര് അല്ലെങ്കിൽ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളൊക്കെ വരികയാണെങ്കിൽ പഞ്ചായത്ത് വളരെ ചെറിയ തുകയ്ക്ക് ചട്ടി, അതുപോലെ വളം അടക്കം എല്ലാ വിത്തുകളൊക്കെ കൊടുത്ത് അവരെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. വാഴയടക്കമുള്ള എല്ലാം നമ്മൾ ആളുകളെ കൊടുത്ത് കൃഷിയിലേക്ക് വരാൻ വേണ്ടി, തിരിച്ചും കൃഷിയിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കണം. തീർച്ചയായും നേരത്തെ പറഞ്ഞു ഈ പുഴ സംരക്ഷണം എല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. ഈ വാലില്ല പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഈ തലക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വാലില്ല പുഴ അടക്കമുള്ള ഈ ജലസേചന
ജലസേചന മാർഗങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് സംരക്ഷിച്ചു വരുന്നത്? നമ്മൾ വർഷം തോറും അതിനായിട്ടൊരു പദ്ധതി തന്നെ വെക്കുന്നുണ്ട്. മഴ മഴ മഴയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ വൃത്തിയാക്കാറുണ്ട്. ഞങ്ങളുടെ ഭാഗങ്ങളിലുള്ള പുഴകൾ വൃത്തിയാക്കി സംരക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ പുഴയിലെ വെള്ളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്, പ്രത്യേകിച്ച് നെൽകൃഷി. അപ്പൊ അതിനു വേണ്ടി ഒരു ഷട്ടർ സ്ഥാപിക്കുക എന്നുള്ളത് എല്ലാ കർഷകരുടെ ഗ്രാമസഭ വിളിക്കുമ്പോഴൊക്കെ എപ്പോഴും വരുന്ന ഒരു ഉന്നയിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കർഷകരെ കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത്. അതിന്റെ ഉപകാരം കർഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഒരു പ്രദേശമാണോ? അത്തരത്തിൽ ഈ ജനങ്ങൾക്കെല്ലാം തന്നെ കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു ആശയം അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും. മുൻ വർഷങ്ങളിലൊക്കെ കുടിവെള്ളം നമ്മൾ ഒരു 2-3 മാസം പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളമൊക്കെ കൊണ്ട് നടന്നു കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് അതിന് എന്താ പറയാ, ജലജീവൻ, നമ്മുടെ സ്വപ്ന പദ്ധതിയായ ജലജീവൻ പദ്ധതിയുടെ സഹായത്തോടെ 6 വാർഡുകളിൽ കുടിവെള്ളം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വാർഡുകളിലൊക്കെ പൈപ്പ് ലൈനുകളൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ വാർഡുകളിലും 19 വാർഡുകളിലും അടുത്ത വർഷം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ അടുത്ത വർഷത്തിന്റെ തുടക്കം ആകുമ്പോഴേക്കും തന്നെ എല്ലാ വാർഡുകളിലും കുടിവെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ജലജീവൻ പദ്ധതി ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് പഞ്ചായത്തുകളുടെ. മറ്റൊന്ന്, ഈ സംസ്ഥാനം ഒന്നാകെ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ലഹരി. ഈ കുഞ്ഞുങ്ങളെ അടക്കം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതു രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? നമ്മളിവിടെ ലഹരിക്കെതിരെയുള്ള നല്ല ക്യാമ്പയിൻ നടത്തുന്ന പഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നു ഗ്രാമസഭകളിൽ വരെ നമ്മൾ രക്ഷിതാക്കളെ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി എക്സൈസുമായി ലിങ്കായി ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്. രക്ഷിതാക്കളെയുള്ളൂ ആദ്യം ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽപന്ത് കളി, ലഹരിക്കെതിരെ ഒരു കാൽപന്ത് കളി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫുട്ബോൾ ടൂർണമെന്റ് ഒരുപാട് ക്ലബിലെ യുവാക്കളെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ അതിന്റെ ഒരു ബോധം, ലഹരിക്കെതിരെയുള്ള നല്ല ക്യാമ്പയിൻ ആയിരുന്നു അത്, പന്ത് കളി. അപ്പൊ അതുപോലെ നല്ല ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലേക്ക് നല്ല ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താറുണ്ട്, അമ്മമാർക്കൊക്കെ കൊടുക്കാറുണ്ട്. നല്ല തരത്തിൽ ലഹരിക്കെതിരെയുള്ള നല്ല ക്യാമ്പയിൻ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീകളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ അടക്കം ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ടോ? തൊഴിൽ സംരംഭം സ്ത്രീകൾക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും ഉള്ള തൊഴിൽ സംരംഭം നമ്മൾ വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ ഇവിടെ നടത്തിയിട്ടുണ്ട്. 264ഓളം തൊഴിൽ സംരംഭങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ. അതിൽ 3/4 പങ്കും സ്ത്രീകളാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ കുടുംബശ്രീ 280ഓളം കുടുംബശ്രീകൾ സംരംഭം, അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബശ്രീ സംരംഭം നടത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഞ്ചായത്തില് ജാഗ്രത ഒരു ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ജാഗ്രതാ സമിതിയുടെ. അത് എനിക്ക് തോന്നുന്നു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ ചൂഷണങ്ങൾക്കും എതിരെ 2-3 സെക്ഷനിലെ ആളുകൾ വന്ന് ക്ലാസ് എടുത്ത് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ നല്ല പദ്ധതികൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നിലവിൽ നേരിടുന്നുണ്ടോ? വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വെല്ലുവിളിയുള്ള പഞ്ചായത്തൊന്നുമല്ല. നല്ല കുടിവെള്ളത്തിനായാലും അതുപോലെ തന്നെ പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് പഞ്ചായത്തിലുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ ആഗ്രഹങ്ങൾക്കൊത്താണ് നമ്മളെ പദ്ധതികളൊക്കെ. ആളുകൾക്ക് ആവശ്യത്തിനൊത്തുള്ള പദ്ധതികളാണ് നമ്മൾ എപ്പോഴും വെക്കാറ്. തീർച്ചയായും ഈ വയോജനങ്ങൾക്കായാലും തന്നെ പോഷകാഹാരം നൽകുക തുടങ്ങിയിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് തലക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഭാവിയിലും ഒത്തിരി പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പയാണ് നമ്മളോട് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി പുഷ്പ.